വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ വളരെ ലേറ്റായിട്ട് എഴുന്നേറ്റിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് ഹർത്താൽ ദിവസമാണ്, ഭാരത് ബന്ദാണിന്ന്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഡേ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ പാടെ മുഖമൊക്കെ കഴുകി ഒന്ന് പല്ലൊക്കെ തേച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വാവച്ചി അവിടെ വന്നിട്ട് ഹായിയൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു കത്തൻ്റെ ആ ഒരു സംഭവമൊക്കെ കാണിക്കാൻ വേണ്ടി എടുത്ത് ഞാൻ പിടിച്ച് മേടിച്ച് അവിടെ വെച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളെ ഒന്ന് വാ കഴുകിച്ച് പല്ലൊക്കെ തേക്കാൻ ബ്രഷൊക്കെ എടുത്തു കൊടുത്തു. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ അവളുടെ മുടിയും കൂടെ ഒന്ന് കെട്ടി വെച്ചേക്കാമെന്ന് വിചാരിച്ചു. മുടിയൊക്കെ ഇത്തിരി നീളമൊക്കെ വെച്ചു. രാത്രി കിടക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരി അഴിച്ചിട്ടുകൊണ്ടേ കിടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുമ്പോഴത്തേക്ക് വീണ്ടും ഒന്ന് പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കും. അപ്പം പുള്ളിക്കാരിക്ക് അങ്ങനെ മുടി കെട്ടി വയ്ക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല, എന്നാലും ഞാൻ പിടിച്ച് കെട്ടി വെച്ച് കൊടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും മുടി നല്ല രീതിക്ക് കൊഴിയുന്നുണ്ട്. ഈ ക്ലൈമറ്റിൻ്റെ ആയിരിക്കുമോ അതോ നമ്മുടെ വെള്ളം നല്ല തണുപ്പ് കൂടിയ വെള്ളമൊക്കെയാണ്. അപ്പോൾ വെള്ളം പെട്ടെന്ന് മാറിയതിൻ്റെ ആണോ എന്താണെന്ന് അറിഞ്ഞൂടാ. വാവച്ചിയുടെ വരെ മുടിയൊക്കെ നന്നായിട്ട് പൊഴിയുന്നുണ്ട്. അപ്പം അങ്ങനെ മുടിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് കൊടുത്തു. അപ്പം എനിക്ക് പിന്നെ കാർക്കൊന്നിൽ ഒരുപാടില്ല അഴിച്ചിടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഹെയർ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഉണ്ടായ മുടിയാണിത്. ബാക്കി ആ ട്രീറ്റഡ് ഹെയർ ഫുൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1 ഇയർ ഗ്യാപ്പിൽ ഉണ്ടായിട്ട മുടിയാണ്, നമ്മുടെ ഒറിജിനൽ ഹെയറാണിത്. അപ്പോൾ അതിനെല്ലാം ചുമ്മാ ഒന്ന് താത്ത് പിടിച്ച് കെട്ടി വെച്ചു. എന്നിട്ട് ഞാനും പല്ല് തേക്കാമെന്ന് വിചാരിച്ചു ബ്രഷൊക്കെ എടുത്തു. അപ്പോൾ പല്ല് തേക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് വാവച്ചി പല്ല് തേച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ആ ബ്രഷ് മേടിച്ചൊന്ന് തേപ്പിച്ചിട്ട് എല്ലാം ഒന്ന് കഴുകി വാവച്ചീനെ പറഞ്ഞു വിട്ടു. എന്നിട്ട് ഞാനും ഒന്ന് ഫ്രഷപ്പായി. ഇനി നമുക്ക് നേരെ അടുക്കളയിൽ കയറുക, ചായ ഇടുക എന്നുള്ള ഒരു ടാസ്ക്കാണുള്ളത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ, ഇന്ന് കടയൊന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ കടയിൽ പോയിട്ട് പാലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചു. അപ്പോൾ ഫ്രണ്ട് ഡോറ് എല്ലാ ദിവസവും എണീക്കുമ്പോൾ ആദ്യം ഒന്ന് തുറന്ന് നോക്കും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ മതിൽ കെട്ടിയിട്ടില്ലല്ലോ ഫ്രണ്ടിൽ. അപ്പം നമുക്ക് പട്ടിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇറങ്ങി മുറ്റത്തെ ഏതവസ്ഥയാണ് കിടക്കുന്നത്, നമ്മുടെ ടൈലിൽ കൂടെ കയറി നടക്കുക എന്നുള്ളത് പട്ടിയുടെ ഒരു ചില ദിവസത്തെ മെയിൻ വിനോദമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങളൊന്ന് ഇറങ്ങി നോക്കും. അപ്പോൾ ഇന്നെന്തായാലും ദൈവം സഹായിച്ച് പട്ടിക്ക് ഇങ്ങോട്ട് കയറാൻ തോന്നിയിട്ടില്ല. അപ്പോൾ രാവിലെ ഇതേ നല്ല രീതിക്ക് സൂര്യൻ്റെയൊക്കെ ആ ഒരു വെയിലൊക്കെ അടിച്ച് വാവച്ചി ഇവിടെ നിന്ന് ഊഞ്ഞാലാടുന്നു. അപ്പോൾ നല്ലൊരു ഷൈനിങ് സണ്ണാണ്. അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോവാണ്. മുറ്റത്ത് നോക്കിയപ്പോൾ നന്നായിട്ട് കാറ്റടിച്ച് ഈ ഫ്രണ്ട് വരെ കരിയില വന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ പറമ്പിലൊരു മരം ഇല്ലെങ്കിലും നമുക്ക് കാറ്റത്ത് ഇഷ്ടംപോലെ ഇലകൾ തൂത്ത് വരാൻ കിട്ടാറുണ്ട്. അപ്പോൾ ഇന്നൊരു ഫുൾ ക്ലീനിങ് എല്ലാ പരിപാടിയും ചെയ്യേണ്ട ഒരു ദിവസമാണ്. സമയം നോക്കിയപ്പോൾ 7:15. അപ്പോൾ നമുക്ക് 7 മണിയായപ്പോഴാണ് നമ്മൾ കറക്റ്റ് എഴുന്നേറ്റത്. അങ്ങനെ ദേ അടുക്കളയിൽ വന്നു. നമ്മളിനി പാലൊക്കെ എടുത്ത് ചായ ഇടാം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഞാനിവിടെ മിക്കവാറും ഇപ്പോൾ കാപ്പിയാണ് ഇടുക. അതാകുമ്പോൾ എളുപ്പമുണ്ട്. എനിക്ക് ബ്രൂവിൻ്റെ കോഫി ഭയങ്കര ഇഷ്ടമാണ്. പാലിൻ്റെ ടേസ്റ്റിന് അധികം എനിക്ക് തോന്നില്ല. ആ ഒരു കോഫി ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ നിൽക്കുക. അപ്പം ഞാൻ കൂടുതലും ഇപ്പോൾ കോഫിയാണ് ഇടുന്നത്. ചായ വളരെ കുറച്ചേ ഇടാറുള്ളൂ. അതിനിടയ്ക്ക് ഇതേ നമ്മളിവിടെ പുറത്ത് ചെടി വെച്ച കൂടെ അകത്തു നിന്നൊരു കമ്പൊടിച്ചാൽ കൊണ്ട് അകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ സമയത്തെന്തോ വാങ്ങിയൊരു കപ്പാണ്. ആ കപ്പിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ചെടി ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വലിയ വാട്ടങ്ങളൊന്നുമില്ല, നല്ല രീതിക്ക് ആ ഒരു ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ മുകളിൽ വേറൊരു കപ്പും കൂടെ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഇതൊക്കെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ചെറിയ പാത്രത്തിൽ വെച്ച് പിടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്ന ചെടികളൊക്കെയാണ് കേട്ടോ. എല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതേ ചായയൊക്കെ ഇട്ടിട്ട് നേരെ ഞാനും ആ ഊഞ്ഞാലയിൽ വന്നിരുന്നു. വാവച്ചി ഊഞ്ഞാലയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അകത്തേ വന്നിരുന്ന് ആ ഒരു ചായയൊക്കെ കുടിച്ചു. എന്നിട്ട് നേരെ നമ്മൾ അടുക്കളയിൽ വന്നു. നമ്മൾ വളരെ കുറച്ച് ഉള്ളിയൊക്കെ എടുത്തൊരു ചെറിയ മുട്ടക്കറി മതി. കാരണം എനിക്ക് വാവച്ചിക്ക് കറി വേണ്ട, പിന്നെ എനിക്കും ചേട്ടായിക്കുള്ള കറികൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ അവൾ മുട്ടയൊക്കെ പുഴുങ്ങി അങ്ങനെ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ നാരങ്ങ മുട്ട കാണിച്ചില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നൊസ്റ്റു അടിച്ചോ എന്ന് പറയണേ. ഇപ്പോൾ ഇവിടെ ഈയിടെയായിട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും നാരങ്ങ മുട്ട കിട്ടുന്നുണ്ട്. അമ്മയ്ക്ക് എവിടെ നിന്നോ കിട്ടിയിട്ട് അമ്മ അത് ആവശ്യക്ക് കൊടുത്തേ. അതിങ്ങനെ പിടിച്ച് വെച്ച് ഞങ്ങൾ ഓരോ ദിവസമൊക്കെ എടുത്ത് കഴിക്കും. 2 പാക്കറ്റ് ഉണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഈ ഒരു പാക്കറ്റ് കൂടെ ഉള്ളൂ. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ പാലപ്പം ഉണ്ടാക്കി. അങ്ങനെ പാലപ്പവും മുട്ടക്കറിയാണ് നമ്മുടെ കാപ്പി ഇന്നത്തെ. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ വാവച്ചി വന്നിട്ട് കുറേ ഷോ ഓഫ് കാണിക്കുന്നുണ്ടായിരുന്നു. എവിടുന്നോ ഒരു കണ്ണാടിയൊക്കെ തപ്പിപ്പിടിച്ച്
അവൾ എവിടെയോ ടാറ്റ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് കുടയൊക്കെ ആയിട്ട് നിന്ന് യോയൊക്കെ കാണിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതേ പാലപ്പവും ആ ഒരു മുട്ടക്കറിയൊക്കെ കഴിച്ചു. അതിനിടയ്ക്ക് വാവച്ചിയും ആയിട്ട് നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. പുറത്തെന്ന് വെച്ചാൽ ഇന്ന് അധികം വണ്ടിയൊന്നും ഓടാൻ പാടില്ല എന്നറിയാം, എന്നാലും നമ്മൾ വീട് വരെ പോകാമെന്ന് വെച്ചു. നമുക്ക് കുറച്ച് പണികളുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പം മുറ്റത്തെ അത്യാവശ്യം കാട് കയറിയിട്ടുണ്ട്. നമുക്ക് വലിയ ശീലമില്ലാത്തൊരു പരിപാടിയാണ് ഈ കാട് തള്ളിക്കലൊക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് മൊത്തത്തിലൊരു പാടാണ് ഒത്തിരി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ പോയിട്ടൊരു ഒരു പമ്പ് അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതെടുത്തിട്ട് അതിൽ മരുന്ന് തളിക്കാം എന്ന് വിചാരിച്ച് പോവുകയാണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമ്മുടെ വീടിൻ്റെ സൈഡിലുള്ള വ്യൂസൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ച് കയറുമ്പോഴുള്ള വ്യൂ ആണ്. നമ്മളിപ്പോൾ ടൗൺ വഴിയല്ല പോകുന്നത്, അകത്തൂടുള്ള ഒരു പോക്കറ്റ് റോഡ് വഴിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ദേ കിടക്കുന്നു. അച്ഛനാണ് ഇവിടെ ചക്ക അടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ വിളിച്ച് രാവിലെ പറഞ്ഞു ചക്കയാണെങ്കിൽ എടുക്കാമെന്ന്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു പോന്നു. നമ്മൾ ചെന്ന കാര്യമായിട്ട് നടന്നുമില്ല. പമ്പ എല്ലാം കംപ്ലൈൻ്റായി, ഉപയോഗിക്കാണ്ടിരുന്ന് കംപ്ലൈൻ്റായിപ്പോയി. അപ്പോൾ അങ്ങനെ നേരെ നമുക്ക് റാന്നി വഴി തന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ടൗൺ വഴി പോവാണ്. ഫുൾ ഒരു വിജനത മൂഡാണ്. ഇപ്പോൾ ആ പാട്ട് നമുക്കിവിടെ ഓർമ്മ വരുന്നു, വിജനതയിൽ. ആ ഒരു ഐഡിയ ആണ്. ഇവിടെ ഫുള്ളൊരു ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ 1-2 പേരുണ്ട്. അപ്പോൾ ഫുൾ നമ്മൾ വലിയ തിരക്കുകളൊന്നുമില്ല, ഓട്ടോ സ്റ്റാൻഡിലൊന്നും ഒറ്റ വണ്ടിയൊന്നും ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ ഒരു കടയിൽ നിർത്തി സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു എവിടെയോ എന്തൊക്കെയോ ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന വീട്ടിൽ പിന്നെയും നമ്മൾ തൂത്ത് വാരാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല പാടാണ് തൂക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് കരിയിലയുണ്ട്. എല്ലാ ദിവസവും ഇതിൻ്റെ ഇരട്ടിയാണ് വരുന്നത് കാറ്റടിക്കുമ്പോൾ. ഞാൻ വളരെ എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ ആ കാറ്റൊക്കെ. അപ്പോൾ 1 മണിക്കൂർ എടുത്തു കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സ്ഥലം ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ നിന്ന് കളിച്ച കൂടത്തിൽ വാവച്ചിയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്, അവിടേക്ക് പോയിക്കോട്ടെ കളിക്കാമെന്ന് ചോദിച്ചു. അവൾ അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്ന് ചോറും കറിയൊക്കെ വെച്ചിട്ട് വാവച്ചയും വിളിച്ച് ചോറ് കൊണ്ടിട്ട് നേരെ ഉച്ചയായപ്പോഴത്തേക്ക് TV കണ്ടു. ഒരു സിനിമ ഫുൾ കണ്ട് തീർത്തിട്ട് ഇറങ്ങി പാത്രവും കഴുകി തുണികൾ കഴുകാനുള്ളതെല്ലാം കഴുകിയിട്ട് വാവച്ചീനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ചേട്ടായും വാവച്ചിയും കൂടെ അവിടെ എന്തൊക്കെയോ അടിപിടിയോ കളികളോ എന്തൊക്കെയോ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കാപ്പിയിട്ട് ഒരു 5 മണി സമയമൊക്കെ ആയിട്ടുണ്ട്. കാപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വാവച്ചിയെ പഠിപ്പിക്കാനിരുന്നപ്പോഴാണ് ആകാശത്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് മഴവില്ല് കാണാൻ പറ്റി. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇതാദ്യമായിട്ടാണ് ഞാനിങ്ങനെ മഴവില്ല് കാണുന്നത്. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു മിക്കവാറും ഇവിടെ ഇങ്ങനെ വരാറുണ്ട്, കാണാൻ പറ്റാറുണ്ടെന്ന് പറഞ്ഞു. ഒരു വെറൈറ്റി പിടിച്ച് നമ്മൾ പുറത്തിരുന്ന് പഠിച്ചതുകൊണ്ട് നമുക്കും അങ്ങനെ മഴവില്ല് കാണാൻ പറ്റി. അപ്പോൾ ഒരു 8 മണി വരെയൊക്കെ വാവച്ചിയുടെ പഠിത്തം ഇന്ന് നീണ്ടു പോയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ വിളക്ക് കത്തിച്ചു, അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ 8 മണി 8:30 ആയപ്പോൾ വാവച്ചി വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോറെടുത്തു, നമ്മൾ കഴിച്ചിട്ട് ഇനി കിടക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഫുൾ ഡേ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.